ആണല്ലോ നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തൊക്കെ വിളിക്കുന്നതാണ് നിന്റെ സ്റ്റാൻഡേർഡ്. നിന്റെ തന്തയ്ക്ക് എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ, ജഡ്ജിയോ? എടാ പാടാന്ന് നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കൂടാ, നിന്നെ എടാന്ന് വിളിക്കും. കള്ളന്മാരെ എടാന്ന് വിളിക്കും, കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണം? എന്താ പീനൽ കോഡിലുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. എന്താടാ നീ എന്നെ വിളിച്ചിട്ട് കാര്യം ചോദിക്കുമ്പോ ചോദിക്കുന്ന കാര്യത്തിൽ ഊന്നി സംസാരിക്കണം. ആ കാര്യം തന്നെയല്ലേ സംസാരിച്ചത്? ആക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിക്കേണ്ടത്. എന്താ കേട്ടില്ല ഒന്നുകൂടി. നീ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമായിരിക്കണം ചോദിക്കേണ്ടത്. വിഷയം ഞാൻ ആദ്യം കോൾ എടുത്തപ്പോ ആദ്യം ചോദിച്ച ചോദ്യം തെളിവാണ്. ആണോ? വിളിച്ചപ്പോഴാണ് ഞാൻ നിന്നോട് തിരിച്ചു വെച്ചത്. നീ എന്നെയാണോ എടാ പോടാന്ന് എപ്പോഴാണ് വിളിച്ചത്? ആദ്യം ഞാൻ കാര്യമാണ് ചോദിച്ചത്. മാരാറെ ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക്. ഓക്കെ, ഞാൻ കേട്ടിട്ടല്ലേ ഞാൻ പറഞ്ഞത് ഇന്ന ആളാണ്, അയാളെ വിളിച്ച് ചോദിക്കും. ആര്? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കാം. വിനുവിനെ വിളിച്ച വിനു പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം. അതിന്റെ തെളിവ് എവിടെ? തെളിവില്ലാണ്ട് നീ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊണക്കും? ഒന്നാമത്തെ കാര്യം, എന്റെ ഫ്രണ്ടോ നിന്റെ ഫ്രണ്ടോ എന്നുള്ളതല്ല. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോ അതിന്റെ പിന്നിൽ 3 കാരണങ്ങൾ ഉണ്ടാകാം. ഇതാണ് എന്റെ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അത് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം കൂടി പറ. അതാ അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ 3 കാരണങ്ങളല്ലാതെ മറ്റൊരു കാരണം നിനക്കുണ്ടെങ്കിൽ ആ കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിരിക്കും, പൈസ ആയിരിക്കാം. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് ജിൻഡോന്റെ വിഷയത്തിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ജിൻഡോന്റെ കയ്യിൽ തൊപ്പി പൈസ വാങ്ങിയിട്ടുണ്ട്. ജിൻഡോയുടെ PR കൊടുത്തവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. തൊപ്പിയെ കൊണ്ട് ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചോദിപ്പിച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് ജയിപ്പിച്ചെന്ന് പറഞ്ഞോ? പൈസ വാങ്ങിയെന്ന് പറഞ്ഞോ? അവനാണ് ഇത് അങ്ങനെ PR എന്ന് പറഞ്ഞ ആ PR നീ എന്നിട്ട് ഉരുളെന്ന് അഖിലെ, നീ എന്താ ഉരുളെന്ന്? നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ. നീ എന്താ ഉരുളെന്ന്? കാര്യം ക്ലിയർ ആയിട്ട് പറ. വിനു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്? അങ്ങനെ തന്നെയല്ലേടാ നിന്നോട് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നത്. അതിന്റെ ഒരു കോൾ റെക്കോർഡോ എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചാ നീ. അതിന്റെ ഒരു കോൾ റെക്കോർഡ് നീ ഒന്ന് കേൾപ്പിച്ച. അല്ലെങ്കിൽ നീ ഇപ്പൊ വിനുവിനൊന്ന് ആഡ് ചെയ്യും. നീ വിളിയടാ. നീയല്ലേ തെളിവ് നിരത്തുന്ന ആള്, നീയല്ലേ തെളിയിക്കേണ്ട ആള്. എടാ നീയല്ലേ ആരോപണം ആരാ ഇറക്കുന്നത്? ഞാനാണ് ആരോപിക്കുന്നത്. എന്താ എന്റെ കൂട്ടുകാരന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നീ വിഷയത്തിൽ നിന്ന് തെറ്റുന്നാക്കില്ലേ? നീ എന്തിനാ എന്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യം? നീ എപ്പോഴാ നീ ഇങ്ങനെ ആയത്? ഇപ്പൊ കൂട്ടുകാരെ പറയല്, വാപ്പാനെ പറയല്, ഇതൊക്കെയാണോ അഖിലെ? വിഷയത്തിലേക്ക് ആകില്ലേ? എന്താണ് അതിന്റെ വിഷയം? നിനക്ക് എന്താ വിഷയം അറിയേണ്ടത്? നീ